ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വൈകിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഐസിൻ്റെ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ്. പോണ വൈക്ക് അവൻ്റെ പപ്പിക്കുട്ടീനെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതാ രണ്ട് ഭാഗമൊക്കെ തിരിച്ചും മറിച്ചും ഇടൽ കഴിഞ്ഞിരിക്കണം, ഏകദേശം ഉണങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അവനിപ്പോൾ കൊണ്ടുവരണേ നമ്മൾ എന്നും ബസ് ഇറങ്ങണോടത്ത് ഇപ്പോൾ ബസ് വരുമല്ലോ കേട്ടോ. അവിടെയൊക്കെ റോഡ് പണി നടക്കണോണ്ട് നമ്മൾ നൂരിയാബാദക്ക് അങ്ങോട്ട് നിൽക്കണം. അപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ നിൽക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പോണ വൈക്ക് ഇതാ എനിക്ക് അപ്പൂപ്പന്താടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂപ്പന്താടിയിൽ കാലയിക്കണമെന്നാണ് തോന്നുന്നു. എല്ലായിടത്തും കുറേ കാണുന്നുണ്ട് പാറി പറന്ന് നടക്കണം അപ്പൂപ്പന്താടിയാൾ. അപ്പോൾ ഐസിന് എന്താ എനിക്ക് പറയാനുള്ളത്? അവനക്കൊന്നും പറയാനില്ല. ഇതും അതേപോലെ തന്നെ അപ്പൂപ്പന്താടിൻ്റെ വേറൊരു സാധനമായിട്ട് ഇതിങ്ങനെ അപ്പൂപ്പന്താടി പോലെ നിൽക്കും. നമ്മൾ തൊട്ടുമ്പോക്കിന് അങ്ങോട്ട് ഒക്കെ കൂടാണ്ട് പാറി പോകും. ടൈമത്തെ നല്ല രസമാണ് കാണാൻ. പിന്നെ കാട്ടുമുല്ലൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോണ വഴിയിൽ നിലത്ത് ഇങ്ങനെ വീണെടുക്കണുണ്ടായിരുന്നു. ഇക്ക് പിന്നെ ഏണ്ട ഇറങ്ങുമ്പോൾ ഇടാൻ ഏറ്റവും സുഖം, നടക്കാനും സുഖം ഈ ഒരു ചെരുപ്പിടുമ്പോഴാണ്. ഇനി ഞാൻ കാണിക്കാൻ പോണത് ഞാൻ എന്നും കാട്ടുകോഴിനെ കാണുന്നതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കാട്ടുകോഴികൾ ഇങ്ങനെ നടക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെല്ലം ഇങ്ങനെ നടന്ന് പോവാണ്. 4 മണിയാകുമ്പോഴേക്കിനി ബസ് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്നും നിൽക്കലിട്ട്. അപ്പോൾ ഇവിടേക്കൊന്നും ബസ് വരില്ല. കണ്ട പുതിയ റോഡാക്കിയിട്ടുള്ളത് നേരെ അങ്ങോട്ട് പോലെ കടാമുഴക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് റോഡ് കാണാനായിട്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒട്ടുന്നുണ്ട് കേട്ടോ കാലുമ്മൽ. അതുകൊണ്ട് നമുക്ക് കൈമക്കൂടെ നടക്കണ്ട, ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഓരത്ത് കൂടെ അങ്ങനെ നടന്ന് പോവട്ടെ. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോവാണ്. ഇവിടുന്ന് കുറച്ച് കുട്ടികളും ഉമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നടക്കുകയാണ്. അവിടെ അപ്പുറത്ത് അവിടുന്ന് 2 കുട്ടികളുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് വേറൊരു കുട്ടിയുണ്ട്. അപ്പോൾ കുറച്ചാണ്ട് എത്തിയപ്പോൾ കണ്ടുകണ് അമ്മി വണ്ടി ഇട്ടാൽ, ഞങ്ങളിതിനെ അമ്മി വണ്ടി എന്നാണ് പറയൽ. അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചേച്ചി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ചക്രത്തിൻ്റെ മുകളിലേക്ക്. പിന്നെ ഓരോ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ലോറിയും നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് നമ്മൾ വന്ന് നിൽക്കേണ്ടത്. ഈ വരൻ്റെ മുന്നിൽ ഇത് നേരെ അടിയിലേക്ക് പോകണ ഈ റോഡ് കണ്ടാ ഈ താഴത്തേക്ക് ഇങ്ങനെയാണ് നമ്മൾ പള്ളിക്കണ്ടത്തേക്ക് പോവലിട്ടാ. അപ്പോൾ ഇതാണ് നൂരിയാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. നേരെ പോയാൽ നമ്മളെ പള്ളിയും പിന്നെ അങ്ങനെ നമുക്ക് കഞ്ഞിപ്പുര അതേപോലെ കാടാമേക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഐസിന് ഇന്നിട്ടിട്ട് ഓടുകയാണ് കേട്ടോ. ഓടിയിട്ട് ഇതാ നമ്മൾ പോരിനോടത്ത് നമ്മളൊരു അയൽവാസീൻ്റെ വീട്ടിൽ നിന്ന് റഫീഖാക്കാൻ്റെ വീട്ടിൽ നിന്ന് അവനക്ക് തണ്ണിമത്തൻ മുറിച്ചിട്ട് ഒരു കഷ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് അവന് വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങാനല്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ ഞാൻ പോയി. എന്നിട്ട് ഞാനും അവനും കൂടെ പോയിട്ടാണ് അവിടുന്ന് വാങ്ങിയത്. അവിടുത്തെ ഒരു കുട്ടി അവൻ്റെ കയ്യിൽ കൊടുത്തു. അവനക്ക് ഭയങ്കര നാണം. പിന്നെ ഓനായിട്ട് തിരിച്ച് വരുമ്പോഴും ഇതാ കിടക്കണ ഒരു അപ്പൂപ്പന്താടി, അതും കിട്ടി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അനിയത്തി ഇതാ നല്ല അടിപൊളി അവനക്ക് മുട്ടയും പിന്നെ ചീസൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം, അവനക്ക് മുട്ട പറ്റൂല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ടൊക്കെ മാറ്റിയിട്ട് ആണ് അവൻ കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.